ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കരിസ്മാറ്റിക് നവീകരണം ദൈവരാജ്യത്തിൻ്റെ ശക്തിയും ചൈതന്യവും ഉൾക്കൊള്ളുന്നതാകണം. അതുകൊണ്ടാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭകാലം മുതൽ നവീകരണത്തെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും മനസ്സിലാക്കി പക്വതയോടെ ഇടവകകളിലും കുടുംബങ്ങളിലും നയിക്കാൻ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃസമിതിയായ KSTയും അതിൻ്റെ ചെയർമാന്മാരും ലക്ഷ്യമിട്ടിരുന്നത്. 1988 കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട ജോർജ് കളത്തിൽ CMI അച്ഛൻ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ശാന്തതയോടെ കരിസ്മാറ്റിക് നവീകരണത്തെ കേരളത്തിലുടനീളം നയിച്ച ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമാണ്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും കരിസ്മാറ്റിക് നവീകരണത്തിലെ ആഴമേറിയ പ്രാർത്ഥനാനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു ബഹുമാനപ്പെട്ട ജോർജ് കളത്തിലച്ഛൻ. നമുക്ക് അച്ഛനോടൊപ്പം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യാം. നവീകരണ ജനതയുടെ കർമ്മവീഥികളിൽ കരം പിടിച്ച് നയിച്ച ഇടയന്മാർ നിരവധിയാണ്. ഇത് ഫാദർ ജോർജ് കളത്തിൽ CMI. വ്യക്തിപരമായ വിശുദ്ധ ജീവിതവും അതുവഴിയുള്ള സാക്ഷ്യവുമാണ് നവീകരണ ജീവിതത്തിൻ്റെ സമ്പത്ത് എന്ന് ആഴത്തിൽ നമ്മെ പഠിപ്പിച്ച വൈദികൻ. 1988 മുതൽ 90 വരെ KSTയുടെ തണലായി നിന്നുകൊണ്ട് ആത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് കാലിടറാതെ ഈ സമൂഹത്തെ നയിച്ച അഭിഷിക്തൻ. ഉറച്ച ബോധ്യങ്ങളും നിഷ്കളങ്കമായ വിശ്വാസവും വഴി ദൈവരാജ്യവേലയിൽ ഇന്നും തളരാതെ സഞ്ചരിക്കുന്ന ഈ പുരോഹിതൻ തന്നെ പരിപാലിക്കുന്ന ക്രൂശിതൻ്റെ കരങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ അച്ഛൻ്റെ ഒരു നവീകരണത്തിൻ്റെ അനുഭവത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏതാനും പേരുകൾ പരാമർശിച്ചു. പ്രത്യേകിച്ച് ഫിലോ ചേച്ചി, അതുപോലെ മലയപ്പറമ്പിൽ തോമച്ചായൻ, പിന്നെ സിസ്റ്റർ ഡാഫിനി. ഈ 3 പേരുകളാണ് അച്ഛൻ പ്രധാനമായിട്ടും പരാമർശിച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് ഫിലോ ചേച്ചിയുടെ അടുക്കലാണ്, അല്ലെങ്കിൽ തോമച്ചായൻ്റെ അടുക്കലാണ് ചെല്ലുന്നത്. ഒരു വൈദികൻ എന്ന വണ്ണം. അതുപോലെ ആദ്യത്തെ അച്ഛൻ കൗൺസിലിങ് സിസ്റ്റർ ഡാഫിനിയാണ് അച്ഛനെ സഹായിക്കുന്നത്. അപ്പോൾ ഒരു വൈദികൻ എന്ന തലത്തിൽ നിന്നാണ് ഈ അൽമായരുടെ അടുത്തേക്ക് അച്ഛൻ ചെല്ലുന്നത്. ആ ഒരു കാര്യത്തെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ദൈവത്തിന് ആരിലൂടെയും പ്രവർത്തിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും ദൈവം ആരും ഉപയോഗിക്കാറുണ്ടല്ലോ. നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് മാനസാന്തരപ്പെട്ടപ്പോൾ വന്നപ്പോഴേ അപ്പോസ്തലന്മാരാരും ഉപയോഗിച്ചില്ല. അനനിയാസ് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യനെ അടുത്ത് കൈവപ്രാർത്ഥന പറഞ്ഞു വിട്ടിട്ട് ഇതിനങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ആൾ വേണം നിർബന്ധമൊന്നുമില്ല ഒരാളെ നന്നാക്കാൻ വേണ്ടി. അല്ല, അച്ഛന് ആ ഒരു സ്വാതന്ത്ര്യത്തോടെയാണ് അച്ഛൻ ഇവരെ സമീപിച്ചത്. എനിക്ക് ഫിലോ ചേച്ചി സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു. ഇവരെ മറ്റവരെ പറ്റി പരിചയമില്ല. ഫിലോ ചേച്ചിയെ പറ്റി മറ്റ് സിസ്റ്റേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോയത്. ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഫിലോ ചേച്ചിയാണ്. അതിന് ശേഷമാണ് ഫിലോ ചേച്ചിയാണ് തോമച്ചൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടത്. അങ്ങനെ തോമച്ചൻ പിന്നെ പ്രാർത്ഥിച്ച് ധ്യാനം കൂടാൻ പറഞ്ഞത്. ധ്യാനത്തിൽ വെച്ച് പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ ഡാഫിനിസ്റ്റിനെ പരിചയപ്പെടുത്തത്. അപ്പം ഡാഫിനിസ്റ്റിനൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു 3 നേരം ഒരുത്ത് പറഞ്ഞ് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അല്ല, അപ്പം അവരിലൂടെ ഇടപെട്ട ദൈവത്തിൻ്റെ ആ കരത്തെ അച്ഛൻ താഴ്മയോടെ സ്വീകരിക്കുന്നു. നമ്മളെക്കാൾ എല്ലാത്തിലും അവർ വളർന്നവരല്ലേ. അല്ല, ഞാൻ അച്ഛൻ്റെ ആ ഒരു മനോഭാവത്തെക്കുറിച്ചാണ്.
തീർച്ചയായിട്ടും വെച്ചാൽ ഈ നവീകരണത്തിൽ ധാരാളം ഇങ്ങനത്തെ ഈ പക്വതയുള്ള അൽമായർ, വിശുദ്ധിയുള്ള അല്ലെങ്കിൽ ദൈവവചനത്തെ ശരിയാവണ്ണം സ്വീകരിക്കുന്ന സഭാപ്രബോധനങ്ങളനുസരിച്ച് ജീവിക്കുന്ന ധാരാളം അൽമായർ കരിസ്മാറ്റിക് നവീകരണത്തിലുണ്ട്. കേരളത്തിൻ്റെ ആരംഭകാലം മുതൽ അത് ശ്രദ്ധിച്ചിട്ടുമുണ്ട് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം. അച്ഛൻ ഈ ഒരു അൽമായരുടെ കരിസ്മാറ്റിക് നവീകരണത്തിലെ അൽമായരുടെ വളർച്ചയെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യകാലത്തെ അൽമായരെ സംബന്ധിച്ചിടത്തോളം വളരെ പക്വമായ രീതിയിൽ പോയിരുന്നവരായിരുന്നു. ഇപ്പോൾ അത്രയൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും താല്പര്യമുള്ളവരായിരുന്നു എല്ലാത്തിലും അവർ ആദ്യകാലത്ത് അൽമായരെല്ലാവരും തന്നെ. ഇപ്പം പലപ്പോഴും അങ്ങനെയൊന്നും വലിയ സൗകര്യം നോക്കിയും കൂടുതൽ ആൾക്കൂട്ടം കൂടുതലുണ്ടെങ്കിൽ അവിടേക്ക് പോകാനും പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വരവ് അന്വേഷിക്കുന്നവരും ഉണ്ട് ആൽമായർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തേക്കാൾ ഉപരിയായിട്ട് അവർ വേറെ പലതിനും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ നിത്യരക്ഷയാണ് പ്രധാനപ്പെട്ടതെങ്കിൽ എന്തെല്ലാം നഷ്ടം വന്നാലും നമ്മളത് പോയി ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, അച്ഛൻ്റെ ആദ്യകാലത്തെ ഈ അൽമായരോടൊത്തുള്ള അച്ഛൻ്റെ ഒരു കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളുണ്ട്. അതിനകത്ത് അച്ഛൻ ദർശിച്ചിട്ടുള്ള ഈ അൽമായരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പക്വതയുള്ള പ്രവർത്തനങ്ങൾ അച്ഛനൊന്നും ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുമോ അച്ഛൻ്റെ ഈ ഒരു ഇവരോടൊത്തുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ? ഒന്നാലും അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സംഭവം. രണ്ടാമത്തെ സംഗതി വിധേയപ്പെട്ടു പോകുന്നവരായിരുന്നു. അധികാരത്തിന് പ്രത്യേകിച്ച് അച്ഛന്മാരായതുകൊണ്ട് അവർക്ക് വിധേയപ്പെട്ട് അവർ പറയുന്നതനുസരിച്ച് പോകത്തുള്ളായിരുന്നു. പിന്നെ മൂന്നാമത് സംഗതി, ആരെങ്കിലും വചന പ്രഘോഷണമെങ്കിലും പോകുകയാണ്, കൗൺസിലിൽ പോകാൻ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. ആരെക്കൊണ്ടെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കുക. അച്ഛന്മാരായതുകൊണ്ടെങ്കിൽ അവരെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിച്ചിട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അതേസമയം അവർക്ക് വ്യത്യസ്തമായൊരു മിനിസ്ട്രിയാണ് ഉള്ളത്, ശുശ്രൂഷയാണ് ഉള്ളത്. അത് ചെയ്യേണ്ടതുള്ള ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഇന്ന് പിന്നെ അത്രയും എനിക്കൊന്നുമില്ല. ആരോടെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെടുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പൊതുവായിട്ട് പറയുന്നതല്ലാതെ മുട്ടുകുത്തി കൈവ പ്രാർത്ഥന നടത്തി പോകുന്നവരില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൗൺസിലിന് പോകുമ്പോഴും അച്ഛന്മാരെങ്കിലും അവരുടെ അടുത്ത് പ്രാർത്ഥിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിച്ച് പോകുന്നപ്പോഴും നല്ലതാണ്. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമല്ലോ. പ്രത്യേകിച്ച് ആ അഭിഷേകത്തിൻ്റെ ശക്തി എപ്പോഴും നമ്മൾ മറന്നു കളയാൻ പാടില്ല. അത് പണ്ട് ആദ്യമൂലം കിട്ടുന്നതാണ്. അപ്പം നമ്മൾ വിനയത്തോടെ അത് ചെയ്യണം. തന്നെയല്ല, ഈ പിന്നെ വൈദികരേക്കാൾ കൂടുതലായിട്ട് പലപ്പോഴും അൽമാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അൽമാർ തന്നെയാണ്. ഒത്തിരി കാര്യങ്ങളുടെ ക്ലാസ്സിലൂടെ ആണെങ്കിലും സാക്ഷ്യത്തിലൂടെ ആണെങ്കിലും ഒത്തിരി പേരെ സ്വാധീനിക്കാൻ പറ്റുമേ. അപ്പോൾ അതുകൊണ്ട് ഒരു അഭിഷേകം കൂടെ കിട്ടേണ്ട ആവശ്യമുണ്ട്. പിന്നെ സഭയോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ പല സഭകൾ പിന്നിപ്പോയ കാരണമുണ്ടല്ലോ. ആദ്യകാലത്ത് നന്നായിട്ട് സഭയോട് ചേർന്ന് നിന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴേ സ്വന്തം സഭകളുണ്ടാക്കി മാറി നമ്മൾ കാണുന്നുണ്ട്. അത് കാരണം അവർ പലപ്പോഴും വിട്ടുപോകുന്നു. സഭയുടെ ആ ആത്മീയമായ ചൈതന്യവും പാരമ്പര്യവും അതുപോലെ തന്നെ അഭിഷേകത്തിൻ്റെ ശക്തിയും വിട്ടുപോയിട്ട് അവർ സ്വയം അങ്ങോട്ടാകുകയാണ് ചെയ്യുന്നത്. അവർ ഒത്തിരി വളർന്നവരായിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം വിട്ടുപോയിക്കളെല്ലാം തീർന്നില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ ദൗത്യം മനസ്സിലാക്കി അവരുടെ മിനിസ്ട്രി അവർ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യമുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തെരുവുകളിലൊക്കെ പ്രസംഗിക്കണമെങ്കിൽ അച്ഛന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ശൽമാർക്ക് സാധിക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അച്ഛന്മാർ ഏതാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കേസുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു അൽമായൻ്റെ സാന്നിധ്യം ഒത്തിരി ശക്തമാണ്. അപ്പോൾ അൽമായർ അവരുടെ ശുശ്രൂഷ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അത് പ്രവർത്തിക്കാൻ വേണ്ടി സഭ ഇപ്പം പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ രീതിയിൽ വേണം. അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് മാത്രമേ ഇക്കളയിൽ പോകാവുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ആദ്യകാലത്ത് ഒരു പേര് അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് അത് കേൾക്കാൻ ആൾക്ക് ഇഷ്ടമായിരുന്നു. ശരിക്കും ആദ്യകാലത്തെ അൽമായർ കരിസ്മാറ്റിക് നവീകരണം വളർത്താൻ വേണ്ടി ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നുണ്ട്. ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോലെ കൂട്ടായ്മയ്ക്ക് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എമാസം ഒരു പരിപാടി നടക്കാമെന്ന് പറഞ്ഞാൽ ഇവർ 2-3 ദിവസം ജോലിയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കൗൺസിലിങ്ങിന് പോകുന്നവർ അങ്ങനെയുണ്ട്. റവറൊട്ടുന്നവരൊക്കെ ആയിരിക്കാം. 2 ദിവസത്തെ പണി വേണ്ടാന്ന് വെച്ചിട്ട് പല വേർതാരങ്ങൾ നിർത്തി വെട്ടിക്കുന്നുണ്ട് അവർ. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ആ രീതിയിൽ ത്യാഗം ചെയ്തിട്ടാണ് അവർ സഭയെ വളർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇന്ന് അത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം കുറ്റപ്പെടുത്തുകയല്ല. അറിയാമല്ലോ, ഇപ്പം കുറേ പേര് ആത്മാർത്ഥ പ്രവർത്തിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒത്തിരി ഇങ്ങനെ തിന്മ കടന്ന് വന്നിട്ട് ഈ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഗോതമ്പിൻ്റെ വിത്ത് വിതച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാത്താൻ വന്ന് കളകളും വിതച്ച് നമ്മൾ മറന്നു പോകരുത്. അതിപ്പോഴും വളരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇവിടെയല്ലേ ഈ അൽമായർക്ക് കൂട്ടായ്മ വേണം. 2 അൽമായർക്ക് പിന്നെ ആരെങ്കിലും ഗൈഡ് ചെയ്യാൻ വേണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാസ്റ്ററിങ് ആയിട്ടോ അല്ലെങ്കിൽ എൽഡറിങ് ആയിട്ടോ
അങ്ങനെ വളർന്ന അൽമായരല്ലേ അച്ഛനും ഈ എന്തെങ്കിലുമൊക്കെ ഫലപ്രദമായി ചെയ്തു എന്ന് ഞാൻ കാണുന്നു? കാണുന്ന ഭൂരിപക്ഷം അങ്ങനെയാണ്. കാരണം ഒന്നാമനെ അവർ കൂദാശ സ്വീകരിക്കാൻ താല്പര്യമുള്ളവരാണ്. അതെ. മാസം ഒരിക്കലെങ്കിലും അവർ കുംസാരിച്ചിരുന്നു. എന്തെങ്കിലും പ്രോഗ്രാം പോകുന്നതിന് കുംസാരിച്ച് ഒരുങ്ങിപ്പോയിരുന്നു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരു സമയം കണ്ടെത്തിയിരുന്നു. അച്ഛൻ്റെ അടുക്കൽ നിരന്തരമായി അവരുടെ ആത്മീയ ജീവിതം പങ്കുവെച്ച് വളരുന്ന അങ്ങനെ അച്ഛൻ്റെ അടുക്കൽ വളരുന്ന അൽമായരില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒത്തിരി പേരെ ഞാൻ വളർത്തിയിട്ടുണ്ട് അങ്ങനെ. കാരണം പ്രസംഗിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിലും ഞാൻ പ്രോത്സാഹിപ്പിച്ചവരെ വളർത്തിയിട്ടുണ്ട്. ഇന്നവരെ വലിയ ധ്യാനഗുരുക്കന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് വളർത്തണമല്ലോ. തീർച്ചയായും. കാരണം അച്ഛന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ അൽമാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അർത്ഥം. അല്ല, അപ്പോൾ അവർ റെഗുലറായിട്ട് അച്ഛൻ്റെ അടുക്കൽ വരികയും അവരുടെ ആത്മീയ അനുഭവങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കുമായിരുന്നു? കുറേയൊക്കെ പങ്കുവെക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും വരുന്നത് ഞാൻ പറയുന്നില്ല. ആദ്യകാലത്ത് അവർ വന്ന് സംസാരിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഒത്തിരി അവരെ വളർത്തിയിട്ടുമുണ്ട്. കാര്യങ്ങൾ ഇപ്പോഴും ചിലരൊക്കെ വന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മയും വേണം, ഒരു ആധ്യാത്മിക നിയന്ത്രണവും വേണം. രണ്ടും വളർച്ചയുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും വളരാൻ പറ്റില്ല. നമ്മൾ തനിച്ചെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റും. നമ്മൾ പല തെറ്റാശയങ്ങളുടെ പിന്നിൽ കിടക്കുന്ന അതാണ്. വേണ്ട വിധത്തിലുള്ള തിയോളജിക്കലായിട്ടുള്ള അറിവ് ലഭിക്കാത്തത് കൊണ്ട്, ബൈബിളിനെ ഇഷ്ടം പോലെ ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട് ഒത്തിരി അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു നിയന്ത്രണത്തിൻ്റെ കീഴിൽ പോയെങ്കിൽ, നിയന്ത്രണത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി അന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇതുപോലെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഒരു സ്പിരിച്വൽ ഫാദർ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അൽമായർക്ക്. അൽമായ ശുശ്രൂഷകൾ എന്നും സഭയുടെ കരുത്തും സമ്പത്തുമാകുന്നു എന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. തിരുസഭയുടെ പഠനങ്ങളും വഴികളും പരിശീലിച്ച് പുതിയ കാലഘട്ടത്തിൽ സഭയെ ഉജ്ജ്വലിപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വേദനയാകണം ഓരോ ശുശ്രൂഷകൻ്റെയും നെഞ്ചിൻ്റെ മുറിവ് എന്ന് ജോർജ് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. കത്തോലിക്ക തിരുസഭയുടെ യഥാർത്ഥമായ നവീകരണ ചൈതന്യം നുകരുവാനും അതനുസരിച്ച് ശുശ്രൂഷാ ശൈലിയെ ക്രമീകരിക്കുവാനും നാം തയ്യാറാകുമ്പോൾ മാത്രമേ അത് തിരുസഭയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കൂ എന്ന് നാം തിരിച്ചറിയുക. സുവിശേഷ പ്രഘോഷണം വെറുമൊരു സാമൂഹിക പരിഷ്കരണ പ്രവർത്തനമായി മാറാതെ അത് തിന്മയിൽ നിപതിച്ച ആത്മാക്കളെ ക്രൂശിതൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുവയ്ക്കുന്ന യുഗാന്ത്യ ശുശ്രൂഷയാകുന്നു എന്ന് തിരിച്ചറിയുക. അച്ഛൻ 1988 ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അച്ഛൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചു. അതിനു മുൻപ് തന്നെ അച്ഛന് കൂട്ടായ്മയിലൂടെ ഒരു വെളിപ്പെടുത്തൽ കിട്ടിയിരുന്നു, അച്ഛൻ നവീകരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന്. അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാൻ എന്നുള്ള കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. എന്തായിരുന്നു അച്ഛൻ്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയങ്ങളിൽ അച്ഛന് വ്യക്തിപരമായിട്ട് അച്ഛന് ഈ ലീഡർഷിപ്പിനോട് തോന്നിയ ഒരു മനോഭാവം എന്താണ്? എനിക്കന്ന് തോന്നിയത്, ഒന്നാമത്തെ സംഗതി, എനിക്കതിന് യോഗ്യതയില്ല എന്നൊരു തോന്നിയുണ്ടായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും. കാരണം എനിക്ക് വലിയ പരിചയമൊന്നും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നേ. ഈ 2-4 കൊല്ലത്തെ പരിചയം ഉണ്ടെന്നല്ലാതെ ഒരു ശരിക്കും ഇങ്ങനെ ലീഡർഷിപ്പിലൊന്നും ഞാൻ നിന്നിട്ടില്ലല്ലോ. പിന്നെ കർത്താവ് ആവശ്യപ്പെട്ട് ഞാനത് സ്വീകരിച്ചു. പിന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പള്ളിവാക്കിൽ അച്ഛനും അതുപോലെ തന്നെ പലരും ആ സമയത്ത് ഒത്തിരി നേരത്തെ സഹായിക്കുമായിരുന്നു. അൽമായ സഹോദരങ്ങൾ കോൺസ്റ്റൻഷൻ സാറും ഇവരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നെ. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ജെയിംസ് അബ്രഹാം സാറും ഒക്കെ, ആലിസ് കുട്ടി, ഇവരൊക്കെ മറക്കാൻ പറ്റില്ല നമുക്ക്. അവിടെയൊക്കെ ഒത്തിരി സേവനവും ഉപദേശമൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നോട് ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ആരോട് പരപ്പറ്റി പരാതിയില്ല. കാരണം അവരുടെ സഹകരണം കൊണ്ടാണ് കൺവെൻഷൻ തന്നെ വലിയ വിജയമായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ആയിരുന്ന കാലത്ത്. അപ്പോൾ അത് പിന്നെ യൂത്തൊക്കെ ആണെങ്കിലും വളരെ സന്തോഷപൂർവ്വമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എല്ലാത്തും ഒരു ബന്ധം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി അകന്നകന്ന് പോയെന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റേ ആ കൂട്ടായ്മയുടെ കോട്ടകൾ വളർന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പഴയ പേരൊക്കെ മുട്ടുപോവുകയെ, അങ്ങനെ പോകാൻ പാടില്ല. അപ്പം അങ്ങനെ അവസ്ഥ. അല്ല, അച്ഛനെ പറഞ്ഞ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അച്ഛന് ഇഷ്ടമായിരുന്നു. അല്ല, ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അച്ഛനെ ഇഷ്ടമായിരുന്നു. എന്നോട് വളരെ വ്യക്തിപരമായിട്ട് അച്ഛൻ അന്ന് എം ഹൗസിൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടുക്കിയിൽ നിന്നൊരു
ഞങ്ങളുടെ ഒരു സഹോദരൻ അവിടെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വ്യക്തിപരമായ അനുഭവം എന്നോട് പറഞ്ഞ ഈ വാക്ക് തന്നെയാണ്, എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാരണം എന്നോട് പറഞ്ഞു. ഒരിക്കൽ അച്ഛനെ എമ്മാവൂസിൽ നിന്ന് മലബാറിന് എന്തോ ഒരു യാത്ര പോന്നു, വൈകുന്നേരം പോന്നു. അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ ഉള്ളൂ അന്ന്. അച്ഛൻ പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം തന്നെയാണ് രാത്രിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം എറണാകുളമൊക്കെ ഒന്ന് കറങ്ങാൻ പോയ വഴിക്ക് ഒരു സെക്കൻഡ് ഷോയൊക്കെ കണ്ട് തിരിച്ച് എമ്മാവൂസിൽ വരുമ്പോൾ അച്ഛൻ മലബാർ യാത്ര എന്തോ കാരണവശാൽ ക്യാൻസൽ ചെയ്തിട്ട് അച്ഛൻ എമ്മാവൂസിൽ വന്നു. അച്ഛനൊരു 8 മണിയായപ്പോൾ എമ്മാവൂസിൽ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം വരുന്നത് രാത്രി 12 മണിക്കാണ്. അച്ഛൻ ആ എമ്മാവൂസിൻ്റെ സിറ്റ് ഔട്ടിലുള്ള ഡെസ്കിൽ അച്ഛൻ കിടന്ന് അച്ഛൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, അച്ഛൻ എണീറ്റാൽ എന്താണ് എന്നോട് പറയാൻ പോകുന്നത്? അച്ഛൻ പോയ സമയത്ത് ഞാൻ പോയല്ലോ അവിടുന്ന്. പക്ഷേ അച്ഛൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ വളരെ സന്തോഷത്തോടെ വാതിൽ തുറന്ന് അദ്ദേഹത്തിൻ്റെ താക്കോലും കൊണ്ട് വാതിലും തുറന്ന് എമ്മാവൂസിൽ പോയി. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത്, അച്ഛൻ അങ്ങനെ ഈ പറഞ്ഞ വാക്ക് അച്ഛനെ ഇഷ്ടമാണ് എന്നുള്ള വാക്ക് സ്ഥിരീകരിക്കപ്പെടുന്ന അതിനൊരു സംഭവം ഞാൻ കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അച്ഛാ, ശരിക്കും ഒരു ആത്മീയ ശുശ്രൂഷകർ അങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം നേടേണ്ടവരല്ലേ? തീർച്ചയായിട്ടും. ഒന്നാമത് ഈ നമുക്ക് ഏറ്റവും ഹീലിംഗ് കിട്ടേണ്ട മേഖല അരിശം കുറയ്ക്കണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഞാൻ കാണുന്നുണ്ട് ലീഡേഴ്സ് പലപ്പോഴും ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഉടനെ ചൂടാകാൻ പാടില്ല. അപൂർവമായിട്ട് രക്ഷപ്പെടാവുള്ളൂ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായും. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകേണ്ട ആവശ്യമുണ്ടാകും. പക്ഷെ അതുകൊണ്ട് അരശപ്പെടാൻ പാടില്ല. മറ്റൊരു മുറിപ്പെടുത്തുകയാണ്. ഒരു ഉയർന്ന ഒരാൾ താഴെയുള്ള അരശപ്പെട്ട് കഴിയുമ്പോൾ അയാൾ മുറിവേൽക്കുന്നുണ്ട്, നമ്മൾ മറന്നു പോകുന്നു. അത് പറയാതിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ശൈലി ഞാൻ ഉപയോഗിച്ചിരുന്നു. അപ്പം അന്ന് അത്ര എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ഞാൻ വളർന്നിട്ടുണ്ട്. കാരണം ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ തന്നെ ശാന്തമായിട്ട് കാര്യങ്ങൾ പറയത്തുള്ളേ. കാരണം അവരുടെ ആ വില മനസ്സിലാക്കണം. മനസ്സിലായി. എനിക്കൊരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ വികാരിച്ചിൻ്റെ മുറിയിൽ ആര് വന്നാലും വികാരിച്ചും എഴുന്നേക്കും. ആ സംഭവനെ വല്ലാതെ സ്പർശിച്ചു. അച്ഛന്മാരില്ല, അച്ഛനെ കാണാൻ യാചകം വന്നാൽ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കത്തുള്ളൂ. പിള്ളേർ വന്നാൽ പോലും അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതിനത് സ്പർശിച്ചു. അപ്പോൾ അത്രയും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അച്ഛന് തോന്നുന്നുണ്ടല്ലോ. സാധാരണ കാസറ്റ് വർത്താനം പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഒരു മെത്രാൻസ് വരുമ്പോൾ അത് എഴുന്നേറ്റാൽ മതി. പക്ഷെ ഇതല്ല, ആര് വന്നാലും കൊച്ചുപിള്ളേർ വന്നാൽ പോലും എഴുന്നേറ്റ് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അത് തന്നെ വളരെ സ്പർശിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു മറ്റുള്ളവരെ ബഹുമാനിക്കുക നമ്മുടെ കടമയാണ്. തീർച്ചയായിട്ടും. ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈശോയെ കാണേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? ദാനധർമ്മം ചെയ്യുമ്പോൾ മാത്രമല്ല, ഏത് നിമിഷം ഈശോയെ കണ്ടിട്ട് ആ ഈശോയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാനുള്ള പരിശ്രമം നടത്തണം. തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ശൈലി അതായിരിക്കണം. ക്രിസ്ത്യാനി ശൈലി അതാണ് ഇപ്പോഴും. ഈ ആത്മീയ മനുഷ്യരെക്കുറിച്ച് ഒരു പക്ഷേ കേൾക്കുന്ന ഒരു ചെറിയൊരു പരാതി സാധാരണ മനുഷ്യരുടെ ഇടയിൽ നിന്ന് കേൾക്കുന്നത്, അതായത് ഒരു ആത്മീയമായിട്ട് എന്തെങ്കിലുമൊക്കെ വളർച്ച കൂടുന്തോറും മനുഷ്യർക്ക് അപ്രാപ്യനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്ത്രീയുടെ ഭാവങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ ഈ സാധാരണക്കാർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാണ്ട് വരുന്നു എന്നൊരു, ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ള, ഞാനതിപ്പം അച്ഛനെ പുകഴ്ത്തി പറയുകയല്ല, ഞാൻ കളത്തിലച്ഛനിൽ കണ്ടിട്ടുള്ള ഒരു, അത് അച്ഛൻ KST ചെയർമാനായിരുന്ന ഘട്ടത്തിലും അതല്ലാത്തപ്പോഴും അച്ഛനെ കണ്ടിട്ടുള്ളത്, അച്ഛനെ ആർക്കും സമീപിക്കാം. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, തെറ്റുപറ്റിയാലും സമീപിക്കാവുന്ന ഒരാൾ കളത്തിലച്ഛനാണ്. അങ്ങനെ എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അടുക്കൽ സംസാരിക്കാൻ വരുന്ന ഒരാളാണ്. അല്ല, ഈ ആത്മീയ നേതൃത്വത്തിൽ അങ്ങനെ ഒരു അനുഭവം വേണ്ടേ? ആർക്കും സമീപിക്കാവുന്ന അത്രയും സിമ്പിളാകേണ്ട ഒരു തലമുണ്ട്. നമ്മൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അല്പം നമ്മളത് മറന്നു പോകുന്നു. കാരണം നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബം അഹങ്കാരം വളരുന്നതോടെ നമ്മൾ മറന്നു പോകുന്നു. ആത്മീയ വളർച്ചയോടൊപ്പം അഹങ്കാരം വളരുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മൾ ഈശോയുടെ മനോഭാവത്തിലേക്ക് വരികയാണെങ്കിൽ ആര് വന്നാലും സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ട ആവശ്യമുണ്ട്. അയാൾക്ക് പരാതി ഉണ്ടാകാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഈ വരുന്നയാൾ നോർമൽ അല്ലായിരിക്കാം. നമ്മൾ ഒത്തിരി അസ്വസ്ഥാവുന്ന സമയം ഇഷ്ടം പോലെ പോകും. പറഞ്ഞുകൊണ്ടിരിക്കുകയും. പക്ഷെ അവിടെയും നമ്മൾ ക്ഷമ കാണിക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ വേറെ ആശ്വാസം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു വരാൻ പാടി മനുഷ്യൻ. അപ്പം നമ്മൾ കേട്ട് ആശ്വസിപ്പിച്ച് വിട്ട അയാൾക്ക് ഒരു ശാന്തി സ്വസ്ഥതയും കിട്ടുകയെ. അതുകൊണ്ട് നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ വിചാരിക്കുന്നത്.
ഞാനതിൽ വിജയിച്ചൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, എങ്കിലും എൻ്റെ ഒരു ആശയം അങ്ങനെ കിടപ്പുണ്ട് എനിക്ക്. ആര് വന്നാലും അവർ വിലപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുക, സംസാരിക്കുക, കഴിവ് നമുക്ക് ചെയ്യാവുന്ന സഹായം, നമുക്കധികം സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റില്ല എങ്കിലും സംസാരത്തിലൂടെ വരെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആശയം വേണമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന് ഇപ്പം KST ചെയർമാൻ ആയിരുന്ന ഒരു കാല അച്ഛൻ ഓർക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വളർച്ചയുടെ ഏതാണ്ടൊരു ആദ്യ ഘട്ടങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അച്ഛൻ എന്തൊരു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു KST ചെയർമാൻ എന്ന വണ്ണം അച്ഛൻ നവീകരണത്തെ നയിക്കാൻ ഉപയോഗിച്ച ശൈലി, പ്രത്യേകിച്ച് ഒരു ലീഡർഷിപ്പിനൊരു ശൈലി വേണമല്ലോ. അച്ഛൻ്റെ ഒരു നേതൃത്വത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനമെടുക്കുക, KST ആകുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും, ചിലപ്പോൾ കാര്യങ്ങൾ വിവേചിച്ചറിയേണ്ടി വരും, ചിലരോട് നോ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു നേതൃത്വത്തിൽ അച്ഛനെടുത്ത ശൈലി എന്തായിരുന്നു? കൂട്ടായ്മയാണ് ഞാൻ കൂട്ടായ്മയിൽ ചിന്തിക്കുക എന്നൊരു ആശയം എനിക്കുണ്ടായിരുന്നു. എല്ലാവരുടെയും ചോദിക്കുമായിരുന്നു ഞാൻ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശരിയാണെങ്കിൽ പോലും അവരോട് ചോദിച്ചവരുടെ അഭിപ്രായം കൂടെ ഞാൻ അറിയേ. ഇപ്പോൾ നമ്മൾ കാണാത്ത ഒത്തിരി പക്ഷേ വേറെ വയസ്സ് കിടക്കും, അവർക്ക് കാണാൻ പറ്റുമേ. തീർച്ചയായും അത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആരും ഞാൻ അടിച്ചേൽപ്പിക്കാനൊന്നും പോകുകയില്ല. ആശയം പറഞ്ഞ് ചിലപ്പോൾ എൻ്റെ ആശയം പങ്കുവയ്ക്കും ഞാൻ. മനസ്സിലായില്ലേ? ആശയം അവർക്ക് സ്വീകാര്യം അല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞാൻ പോകുന്നില്ല, കാരണം അദ്ദേഹത്തിന് വിട്ടു കൊടുത്തോളൂ. ദൈവത്തെ കാലത്ത് ഇഷ്ടം നമുക്ക് ആർക്കും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പൊതുവേ ഒരാശയം പറഞ്ഞ് എല്ലാവരും സ്വീകരിക്കുമായിരുന്നു. പൊതുവേ അങ്ങനെ വലിയ എതിർപ്പ് സൈഡ് വശങ്ങളൊക്കെ പറഞ്ഞു തരുമെങ്കിൽ പോലും ആരും അങ്ങനെ കട്ടായം ആയിട്ട് എതിർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ വലിയ അസ്വസ്ഥയില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് എൻ്റെ ശൈലി. അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് എൻ്റെ ആശയം അടിച്ചെടുപ്പിക്കുന്ന ഒരു ആശയം എനിക്കില്ല. അതുള്ളത് തന്നെ അങ്ങ് ചെയ്തോട്ടെന്ന് വിചാരിക്കും. ചിലപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് അവർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മളുടെ ആശയത്തെക്കാൾ നല്ലതായിരിക്കും അവരുടെ ആശയം, ചിലപ്പോൾ നമ്മുടേതായിരിക്കും ശരി എങ്കിൽ പോലും അവർ ചിലപ്പോൾ വിലപ്പെടുന്ന തട്ടിക്കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ആശയമാണ് ഞാൻ ഇപ്പോഴും കൊള്ളുന്നത്. അതെനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. കൂട്ടായ്മയിലാണ് പ്രശ്നമില്ല. തനിച്ചോരൊന്ന് അടിച്ചേൽപ്പിച്ച് കഴിയുമ്പോൾ എതിർപ്പുണ്ടാവും. അതെ അതെ. ഒത്തുചേർന്നുള്ള പ്രവർത്തനം, സ്നേഹത്തിലുള്ള ചൈതന്യം, ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തന ശൈലി. ഇത് നുകരുമ്പോൾ നവീകരണം, കൂട്ടായ്മ എന്ന പദത്തിനപ്പുറം സ്നേഹം എന്ന ചൈതന്യത്തിലേക്ക് വളരുന്നു. അവിടെ വ്യക്തിപരം എന്ന ചിന്ത അസ്തമിച്ച് ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ വേല ചെയ്യുന്ന ശുശ്രൂഷയുടെ തലത്തിലേക്ക് നാം നടന്നെടുക്കുന്നു. കാലുകഴുകി ഉമ്മവച്ച നാഥൻ്റെ ചിത്രം ഓരോ ശുശ്രൂഷകൻ്റെയും പ്രകാശഗോപുരമാകണം. ശരിക്കും അച്ഛൻ അന്ന് അച്ഛൻ ചെയർമാനാകുന്ന ആ ഒരു സമയത്ത് കേരളത്തിൻ്റെ നവീകരണത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആയിരക്കണക്കിന് പ്രേ ഗ്രൂപ്പുകളുണ്ട്. ഇടവകളിലെല്ലാം പ്രാർത്ഥനാ സമൂഹങ്ങൾ, അതുപോലെ ആയിരക്കണക്കിന് അൽമായർ കേരളം മുഴുവനും ഉണ്ട്. 20-ലധികം സോണുകളുണ്ട്, വിവിധ മിനിസ്ട്രികളുണ്ട്. അപ്പോൾ ഇതിനെല്ലാമാണ് അച്ഛനൊന്ന് KSTയും അച്ഛനും ചേർന്നൊന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ 2 കൊല്ലത്തെ അച്ഛൻ്റെ KST ചെയർമാൻ എന്ന തലത്തിലുള്ള എന്തെങ്കിലും ചില ഓർമ്മകൾ, ചിലപ്പോൾ ദൈവം ഇടപെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അച്ഛൻ അതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചതോ അല്ലെങ്കിൽ ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന കാര്യത്തിലോ അച്ഛൻ ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അച്ഛൻ്റെ അങ്ങനത്തെ ഓർമ്മകൾ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നാഷണൽ കൺവെൻഷൻ നടന്നപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര സഹായമായിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട പള്ളിവാതിൽ അച്ഛനൊക്കെ പിന്നെ മറ്റെല്ലാവരും പരിപൂർണമായിട്ട് അവരെല്ലാവരും തന്നെ ചെയ്തു. കമ്മിറ്റികളുണ്ടാക്കി എല്ലാം ചെയ്തു. പക്ഷെ ഞാനൊന്നും അറിഞ്ഞിരുന്നു, ഞാൻ പേര് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഇത്രയും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും ആശ്വസിച്ചു. ഞാൻ വിചാരിച്ചത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കൊന്നും പരിചയമില്ലല്ലോ. പക്ഷെ അവരെല്ലാം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും അതിനെപ്പറ്റി ഒരു വിഷമം ഉണ്ടായില്ല. ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു, സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ എന്ത് നടത്തിയാലും അതിൻ്റെ നടത്തുന്നവർ അനുവാദം ഞാൻ കൊടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ നടത്തുന്നവർ വളരെ ഭംഗിയായിട്ടത് പ്ലാൻ ചെയ്ത് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു പരാതിപ്പെടാൻ മാത്രം ഒന്നും അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കേരളം മുഴുവൻ അച്ഛൻ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തില്ലേ? ഏകദേശം യാത്രയെന്ന് പറയാനായിട്ട് പറ്റും. കേരളത്തിൽ അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ഷൻ ആണെങ്കിലും അങ്ങനെ വലിയ പ്രശ്നം എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഒരിടത്ത് മാത്രം ഒരു ഇച്ചിരി അസ്വസ്ഥ ഉണ്ടായി. അസ്വസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കണ്ട് സംസാരിച്ചു. വ്യക്തി ഞാൻ പറഞ്ഞ കേട്ടൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് വിട്ടേച്ചു. പൊതുവേ എനിക്കങ്ങനെ വലിയടത്തൊന്നും പ്രശ്നം ഉണ്ടായില്ല. കാരണം പൊതുവെ ആളുകളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഏറ്റവും പറ്റിയ ആളെ കണ്ടുപിടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതൊത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അച്ഛൻ ഈ സംസാരിക്കുന്നതിനിടയിലെല്ലാം അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ചില കാര്യങ്ങൾ വരുമ്പോൾ അങ്ങ് അച്ഛൻ വിട്ടു, അതായത് അത് ദൈവത്തിന് വിട്ടു എന്നാണല്ലോ അച്ഛൻ പറയുന്നത്. ഇപ്പോൾ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അങ്ങ് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു, അപ്പോൾ അത് ദൈവം ഇടപെടുന്നു. ശരിക്കും അത് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ നേതൃത്വത്തിന് വേണ്ട ഒരു പാഠം, അത് വീട്ടിലാണെങ്കിലും മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഈ ആത്മീയ നേതൃത്വത്തിന് വേണ്ട ഒരു ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, അത് എളുപ്പമുള്ളൊരു കാര്യമാണോ അച്ഛാ? അങ്ങനെ അത്ര എളുപ്പമല്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചില പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കും, ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ, ദൈവം ചെയ്യുമത്, അതെൻ്റെ പ്രശ്നം. അല്ല, ദൈവം ചെയ്തില്ലെങ്കിലോ എന്ന് സംശയിക്കാൻ പാടില്ല. ദൈവത്തിന് പല ഉത്തരങ്ങളും, ദൈവത്തിന് പല ഉത്തരവുണ്ട് ഒരു കാര്യത്തെ പറ്റി. നമ്മുടെ ഉത്തരവായിരിക്കണമല്ലോ ദൈവത്തിൻ്റെത്. തീർച്ചയായും. ഞാനൊരു സ്കൂളിലായിരുന്ന കാലത്ത്, ഞാൻ പഠിപ്പിക്കാൻ വന്നതല്ല, അവിടെ താമസിക്കുന്ന സമയത്ത് ആ സ്കൂളിന് 32 ക്ലാസ് മുറികളുണ്ട്. ഈ 32 ക്ലാസ് മുറിയും ഒരു താക്കോലുണ്ട് തുറക്കായിരുന്നു, മാനേജറുടെ താക്കോൽ. മറ്റെല്ലാം പ്യൂണിൻ്റെ ഇരിക്കുന്നതെല്ലാം ഓരോന്നിനും ഓരോ താക്കോലാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കീ അല്ലെങ്കിൽ അതായിരുന്നേ എല്ലാം തുറക്കാം. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കൂടെ ഏത് തുറക്കാൻ പറ്റും, ഏത് താക്കോലിട്ടും ദൈവത്തിൻ്റെ കയ്യിലുള്ള താക്കോലിട്ട് ഏത് പ്രശ്നം തുറക്കാം. നമ്മൾ പ്രാർത്ഥിക്കുക, മനസ്സിലായി? പ്രശ്നം നമ്മൾ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട്. നിങ്ങൾ പ്രശ്നം ഞാൻ പ്രാർത്ഥിക്കും, ദൈവം ഏതെങ്കിലും ഇടപെട്ടാതെ ഏതെങ്കിലും തരത്തിൽ ഇത് ശാന്തമാക്കി മാറ്റുവേ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട സംഗതി അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് സംസാരിക്കുക, പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാകും. ഇനി സംശയം വരാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിൻ്റെ ആഗ്രഹം അന്വേഷിച്ച് ദൈവത്തെ ആഗ്രഹിക്കുന്നത് ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സർവ്വജ്ഞാനി ആയതുകൊണ്ടും നമുക്കൊരു വിഷമമില്ലല്ലോ, ദൈവത്തെ ഇടപെട്ടോളൂ അതിനകത്ത്. ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിനകത്ത് ഇടപെടും, നമ്മൾ സംശയിച്ചൊരു കാര്യമില്ല. ഈ ചിലപ്പോഴെങ്കിലും ഇപ്പോൾ അത് വീടുകളിലാണെങ്കിലും മറ്റേ ലീഡർഷിപ്പിൽ എവിടെയാണെങ്കിലും ഉള്ള ഒരു അഭിപ്രായം നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ആശയം തോന്നുന്നു, നമ്മൾ അതിനകത്ത് അങ്ങോട്ട് ബലം പിടിക്കും എന്ന് തോന്നുന്നു, അങ്ങോട്ട് അത് നടത്താൻ വേണ്ടിയിട്ട്. അത് ചെയ്യാൻ പാടില്ല, പങ്കുവയ്ക്കാം നമുക്ക്, പിന്നെ ഇഷ്ടം പോലെ ആയിട്ടൊന്ന് വിചാരിക്കുക. ഇനി എന്തെങ്കിലും മണ്ടത്തരം ദൈവത്തിന് തിരുത്താൻ പറ്റുമല്ലോ. നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് മണ്ടത്തരം പറ്റിയാലും ദൈവം തിരുത്തും. നമുക്കറിയാമല്ലോ, കുരിശുമരണം ഒരു മണ്ടത്തരമായിരുന്നു, ദൈവം തിരുത്തിയില്ലേ? ഈശോയുടെ മരണം അതുപോലെ തന്നെ ആദത്തിൻ്റെ ഒരു മണ്ടത്തരമായിരുന്നു, ദൈവ കുരിശുമരണത്തിലെ തിരുത്തിയില്ലേ? ദൈവത്തെ തിരുത്താൻ പറ്റും. അതുകൊണ്ട് ദൈവം ഒരു മാതാവോട് പറഞ്ഞില്ലേ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മൾ ആ വിശ്വാസത്തിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. മണ്ടത്തരം പറ്റാതെ ദൈവം തിരുത്തും, അത് ദൈവത്തിന് തിരുത്താൻ വിഷമമൊന്നുമില്ലല്ലോ. കാരണം ദൈവത്തിന് അത് നമ്മൾ മണ്ടത്തരം കാണിച്ചാലും ദൈവത്തിന് തിരുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വിട്ടുകൊടുക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് വരേണ്ടതേ. വിശുദ്ധി എന്ന് പറയുന്നതിനെ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നതിലാണ് കടന്നിരിക്കുന്നത്. വിശുദ്ധി അതാണ്. ഈശോ പറഞ്ഞില്ല, പിതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ആ സമർപ്പണം നമുക്ക് ഇപ്പോഴുണ്ടാകണം. നമ്മൾ ഏത് കാര്യത്തിൽ വന്നാലും ദൈവത്തിന് ഇഷ്ടം അങ്ങനെയാണ്, ആയിക്കോട്ടെ, ഇതിന് പ്രശ്നമില്ലല്ലോ. അതിന് മണ്ടത്തരം കാണിച്ച ദൈവം തിരുത്തിക്കോളും അത്. തീർച്ചയായും. അല്ല, അച്ഛൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ തുടക്കം മുതൽ സ്വീകരിച്ച ഒരു ശൈലി അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ദൈവത്തിന് പൊതുവെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ആശയം ഉണ്ടായിരുന്നു. ഇപ്പം ആശയം പറയും വീട്ടിൽ വേണ്ടെന്ന് വെച്ചേക്കും, കാരണം ദൈവത്തിന് വിട്ടുകൊടുക്കും. അത് പിന്നെ ആശയത്തിൻ്റെ കാര്യത്തിലല്ല, സ്വന്തം ജീവിതത്തിലൊക്കെ ആണെങ്കിലും ഓരോ കാര്യങ്ങളിൽ ഞാൻ വിട്ടുകൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വിട്ടുകൊടുത്തിട്ട് മാറി നിന്നാൽ ദൈവം ഇടപെടും എൻ്റെ അകത്ത്. അങ്ങനത്തെ എന്തെങ്കിലും അച്ഛനെ പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ വരുന്ന, ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു അല്ലെങ്കിൽ കാത്തിരുന്നു, ദൈവം ഇടപെട്ടു, അങ്ങനെ തോന്നിയ ഏതെങ്കിലും? എനിക്ക് ദൈവങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അത് കുഞ്ഞിലേ ഉണ്ടായ സംഭവം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അച്ഛനാകാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ചെന്ന് കണ്ട അച്ഛൻ പറഞ്ഞേ, SLC കഴിഞ്ഞിട്ട് പോകുന്നാൽ പോരെ എന്ന് പറഞ്ഞേ. അപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു അച്ഛൻ ഇടപെട്ടിട്ട് അത് പരിഹരിച്ച് SLC പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ സെമിനാരിൽ ചേരാനായിട്ട് ഇടയായി. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ അത് നടന്നായിരുന്നതേ. എൻ്റെ പട്ടത്തിൻ്റെ കാര്യം അത് വേറെ തമാശ ഉണ്ടായി. ഞാൻ മംഗലപ്പുഴയാണ് പഠിച്ചതേ. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും ധർമാര ബാംഗ്ലൂരാണ്. അവരുടെ വട്ടം ഈ മാർച്ചിൽ നടത്തിയ ഏപ്രിൽ മാർച്ച് മാസങ്ങളാണ് എൻ്റെ കൂടെ ഉള്ള വട്ടം. ഞാൻ ഇവിടെ ആയിരുന്നുകൊണ്ട് അവിടുത്തെ റെക്ടസിന് ആദ്യം സമ്മതിച്ചതാണ് അവരോട് നടത്താനായിട്ട്, മാർച്ച് മാസം നടത്താനായിട്ട് മെയ് മാസം നടത്താനായിട്ട് സമ്മതിച്ചതാണ്. അതിനുശേഷം അച്ഛമ്മ അവിടുത്തെ റെക്ടറച്ചൻ പറഞ്ഞു ഡിസംബർ നടത്തിയാൽ മതി എന്നത്. അദ്ദേഹം തടസ്സപ്പെടുത്തി. പിന്നെ ഞാൻ വിട്ടുകൊടുത്തു വെച്ചു. അത് ഞാനപ്പോൾ ഓർക്കുന്നുണ്ട്. അത് അപ്പോൾ ഒരു സമാധാനത്തോടുകൂടി വിട്ടുകൊടുത്തു. ബാക്കി ദൈവം ചെയ്തോളൂ. തീർച്ചയായിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഭംഗിയായിട്ട് നടത്താൻ പറ്റി. അത് വേറെ പോകാൻ. പക്ഷെ ഞാൻ പറഞ്ഞതേ, ദൈവത്തിനെ ഇതിൽ ഇടപെടാൻ പറ്റും, ചിലപ്പോൾ അതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചു. അല്ല, തീർച്ചയായിട്ടും അച്ഛാ,
ഇത് അച്ഛനിപ്പോൾ ഇല്ല അവസാനം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ധാരാളം പേര് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവരാണ്. അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കളും പിന്നെ അതുപോലെ സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ധാരാളം പ്രശ്നങ്ങൾ പലപ്പോഴും ഉള്ളത് ഇതങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് ശാന്തരായി ദൈവത്തിൻ്റെ കൈ പ്രവർത്തിക്കുന്നത് നോക്കിയിരിക്കാനുള്ള ഒരു ശാന്തതയും സ്വസ്ഥതയും ഇന്ന് പലർക്കും ഇല്ല. അപ്പോൾ അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ ഞങ്ങൾക്കേറെ പ്രചോദനം നൽകുന്നു. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിൽ ഈ അൽമായരോടെ അച്ഛൻ്റെ തുടക്കം തന്നെ ഒരു അൽമായരുടെ മുൻപിൽ പോയി അച്ഛൻ ഇരുന്ന് കൊടുത്തുകൊണ്ടാണ് അച്ഛൻ ആരംഭിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വെളിച്ചം വീശുന്നു. പ്രത്യേകിച്ച് ആത്മീയ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വിനയം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കി കാണുന്നുമുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ. അച്ഛൻ്റെ ആശയവുമാണ് അങ്ങനെ. ഏതായാലും അച്ഛൻ്റെ ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്രദമായിരുന്നു. അച്ഛൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വിനയാന്വിതരായി ജീവിക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്നു. എല്ലാവർക്കും വേണ്ടി അച്ഛൻ്റെ ഹൃദ്യമായ ഈ സമയത്തിന് നന്ദി. വളരെ നന്ദി.